ജയ് 2025 സെഷൻ 2 എക്സാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സെക്ഷൻ 2ന്റെ ഫസ്റ്റ് ഡേ ആണിന്ന്. സെഷൻ 2 ഡേ 1 കഴിഞ്ഞു. ഷിഫ്റ്റ് 2ൽ എക്സാമിന് ശേഷം നമ്മളുടെ കുട്ടികൾ നമ്മോടൊപ്പം ഉണ്ട്. സോ അവരുടെ റെസ്പോൺസ്, എക്സാം എങ്ങനെയുണ്ടായിരുന്നു, അവരുടെ റെസ്പോൺസ് ഒക്കെ നമുക്കൊന്ന് അറിയാം. സോ പേരെന്താണ്? ഫഹദ്. അശ്വിൻ. എവിടെ വീട്? തിരുവനന്തപുരം. കൊല്ലം. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഫിസിക്സ് ഭയങ്കര എളുപ്പമായിരുന്നു, മാത്സും എളുപ്പമായിരുന്നു, കെമിസ്ട്രി അത്യാവശ്യം നല്ല ടഫായിരുന്നു. ഫിസിക്സ് ഭയങ്കര എളുപ്പമായിരുന്നു, കെമിസ്ട്രി നല്ല ടഫായിരുന്നു, ആൻഡ് മാത്സ് വാസ് മോഡറേറ്റ്. ഫിസിക്സ് കുറച്ച് എളുപ്പമായിട്ട് തോന്നി. കെമിസ്ട്രി ഇച്ചിരി ട്രിക്കി ക്വസ്റ്റൻ ആയിരുന്നു. മാത്സ് 1-2 ദിവസം കിട്ടി, അത്രേ ഉള്ളൂ. എങ്ങനെയുണ്ട്? പഠിച്ചിട്ട് പോയ പോർഷൻസ് ഒക്കെ തന്നെയാണ് വന്നത്? കെമിസ്ട്രി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഫിസിക്സ് എല്ലാ സിലബസിന്റെ അകത്തായിരുന്നു, ആൻഡ് മാത്സും ഏറെക്കുറെ എല്ലാം പഠിച്ചൊക്കെ തന്നെയായിരുന്നു ചോദിച്ചത്. കമ്പാരിറ്റീവ്ലി ഏറ്റവും ടഫ് ഏതായിരുന്നു? കെമിസ്ട്രി ആയിരുന്നു, മാത്സ് ആയിരുന്നു? ഒബിയസ്ലി കെമിസ്ട്രി. കെമിസ്ട്രി കുറച്ച് ടഫായിട്ട് തോന്നി. ഏതൊക്കെ പോർഷൻസിൽ നിന്നായിരുന്നു കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് വന്നതെന്ന് പറയാമോ? ഫിസിക്സ് എനിക്കൊന്ന് പൊതുവെ അങ്ങനെ ഒരു ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഇല്ലായിരുന്നു. കെമിസ്ട്രി ആണെങ്കിൽ പ്യൂരിഫിക്കേഷൻ എന്ന് എനിക്കൊന്ന് മോർ ദാൻ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പ്യൂരിഫിക്കേഷൻ എന്ന്, പിന്നെ ഓർഗാനിക് എന്നും 2 to 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ കൈനറ്റിക്സ് എന്നായിരുന്നു വന്ന ടഫ് ക്വസ്റ്റ്യൻസും, ഗ്രാഫ്സ് ഒക്കെ ഇൻസൈഡ് ഇല്ലാത്ത ഗ്രാഫ്സ് ഒക്കെ വന്നായിരുന്നു. മാത്സിന്റെ ഒക്കെ ലെങ്തി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു? മാത്സ് ഇല്ല, കഴിഞ്ഞ ലെങ്തി ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. ഇല്ലായിരുന്നു, നല്ല ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ല. സെഷൻ 1 അപ്പിയർ ചെയ്തായിരുന്നോ? സെഷൻ 1 അപ്പിയർ ചെയ്തായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു സെഷൻ 1നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സെഷൻ 2? ഏകദേശം ഒരുപോലെ തോന്നി, പക്ഷേ ഇച്ചിരി കൂടെ ചെയ്യാൻ പറ്റിയെന്ന് തോന്നി. ഒന്ന് കമ്പയർ ചെയ്യാമോ സെഷൻ 1നെ സെഷൻ 2നെ? സെഷൻ കുറച്ചുകൂടി എളുപ്പമായിരുന്നു. ഫിസിക്സ് ഒക്കെ ഫാർ ബെറ്റർ ആയിരുന്നു. സെഷൻ 1നെ കഴിഞ്ഞ് എളുപ്പമായിരുന്നു സെഷൻ 2? ഫിസിക്സ് ഭയങ്കര എളുപ്പമായിരുന്നു. കെമിസ്ട്രി കുറച്ച് ടഫായി, ആൻഡ് മാത്സും ഫാർ ബെറ്റർ ഈസി ആയിരുന്നു. അപ്പം പഠിച്ചിട്ട് പോയ പോർഷൻസ് ഒക്കെ തന്നെയായിരുന്നോ വന്നിരുന്നത്? കെമിസ്ട്രിയിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല, ബട്ട് അല്ലാണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ പറ്റും. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷിഫ്റ്റ് എക്സാം കഴിഞ്ഞിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അവരോട് അവരുടെ റെസ്പോൺസ് എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കെമിസ്ട്രി എക്സാം? എങ്ങനെ ഉണ്ടായിരുന്നു? കെമിസ്ട്രി ഇച്ചിരി പാടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. നിങ്ങൾ മുന്നേ അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു, സെക്ഷൻ 1 അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രി ഇച്ചിരി പാടായിരുന്നു. മാത്സ് 1നേക്കാൾ നല്ല എളുപ്പമായിരുന്നു. ഓക്കെ, ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് സെഷൻ 1 ഭയങ്കര എളുപ്പമായിരുന്നു. സെഷൻ 2 ഇത്തവണത്തെ ഫിസിക്സ് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഇൻ കമ്പാരിസൺ ഫിസിക്സ് ഭയങ്കര എളുപ്പമായിരുന്നു. കെമിസ്ട്രി വിഷയത്തിന് പാട് ക്വസ്റ്റ്യൻ ആയിരുന്നു, 2-3 ക്വസ്റ്റ്യൻസ് പ്രത്യേകിച്ച് പാടായിരുന്നു. മാത്സ് കഴിഞ്ഞ സെഷനിലെല്ലാം ലെങ്തി ആയിരുന്നു. ഇത്തവണത്ത് ലെങ്തി ക്വസ്റ്റ്യൻസ് അല്ല, മിക്കതും എളുപ്പത്തിൽ കിട്ടുന്നതാണ്. 2-3 സ്റ്റെപ്പ് ഒക്കെ ഉള്ളൂ. മാത്സിലും പാട് 1-2-3 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ബട്ട് അതിനപ്പുറത്തേക്ക് മാത്സ് എളുപ്പമായിരുന്നു. കെമിസ്ട്രി ആയിരുന്നു ആകെ ഉള്ളത് അതിനകത്ത് 3 വെച്ച്. കെമിസ്ട്രിയും ഫിസിക്സും അതുപോലെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്? ഫിസിക്സ് 10-20 മിനിറ്റ് തീരും, ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചത്. പക്ഷേ കെമിസ്ട്രി കുറേ കൂടെ ചിന്തിച്ച് സമയം എടുക്കുമായിരുന്നു. കെമിസ്ട്രി തുടങ്ങുവാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് പോയേനെ. നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നോ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? അതെ കൂടുതലും പഠിച്ച അതേ ബെർലിൻ ചോദിക്കുന്ന അതേ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ചോദിച്ചത്. മിക്കതും ഓൾമോസ്റ്റ് മിക്കതും അങ്ങനെയൊക്കെ തന്നെ. മോൻ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കെമിസ്ട്രി കുറച്ച് പാടായിരുന്നു. മാത്സ് സെഷൻ 1 നോക്കുമ്പോൾ നല്ല എളുപ്പമായിരുന്നു. ഫിസിക്സ് ഭയങ്കര എളുപ്പമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. കെമിസ്ട്രി ശരിക്കും കുറച്ച് ബുദ്ധിമുട്ടി. കെമിസ്ട്രി ഒരു 2-3 ക്വസ്റ്റ്യൻ ശരിക്കും നേരെ സ്കിപ്പ് ചെയ്യേണ്ട രീതിയിലുള്ളതായിരുന്നു. ബാക്കി കെമിസ്ട്രി ഒക്കെ കുറച്ച് അറ്റൻഡ് ചെയ്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടാനുള്ളേ ഉള്ളൂ. മാത്സ് കറക്റ്റ് പിക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഒരു 15 to 18 ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഫിസിക്സ് ഓൾമോസ്റ്റ് ഫുള്ള് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കട്ട് ഓഫ് പാസ്സാകും. ഓക്കെ, അപ്പൊ +1 ആണോ +2 ടോപ്പിക്സ് ആണോ കൂടുതൽ ചോദിച്ചത്? എന്താ തോന്നുന്നത് നിങ്ങൾക്ക്? +2 ടോപ്പിക് ആയിരിക്കണം കൂടുതൽ ചോദിച്ചത്. കൂടുതൽ ചോദിച്ചത്. ഓക്കെ, അതേപോലെ കെമിസ്ട്രി ഇതുവരെ കാണാത്ത ക്വസ്റ്റ്യൻസും അങ്ങനെയുള്ളതൊക്കെ വന്നിട്ടുണ്ടോ? കെമിസ്ട്രി കണ്ട കൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു, പക്ഷേ ഈ സമയത്തിനുള്ളിൽ പെട്ടെന്ന് ആലോചിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതൊന്നും അല്ലായിരുന്നു. അതേപോലെ ഓർഗാനിക് എന്നാണോ ഇനോർഗാനിക് എന്നാണോ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിട്ട് തോന്നിയത് നിങ്ങൾക്ക്? എനിക്ക് കുറച്ചുകൂടെ ഫിസിക്കലി എന്നാ തോന്നിയത്. ഫിസിക്കലേ കൂടുതൽ ചോദിച്ചത്. ഓർഗാനിക് തീരെ കുറവായിരുന്നു. ഓർഗാനിക് ഒട്ടിയിരുന്നു. അപ്പം എങ്ങനെയാണ് ടോട്ടൽ നമ്മൾ പറയുമ്പോൾ എക്സാമിന് നിങ്ങൾക്ക് ഒരു എങ്ങനെയാ പറയാൻ പറ്റുക? ഈസി ആയിട്ടാണോ അതോ ഒരു മോഡറേറ്റ്? ഈസി ടു മോഡറേറ്റ് എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ല സോ നമ്മുടെ വിദ്യാർത്ഥികൾ, ബ്രില്യൻലി വിദ്യാർത്ഥികൾ നമ്മോടൊപ്പം ഉണ്ട്. അവർ എക്സാം ഒക്കെ കഴിഞ്ഞ് നമ്മളോട് വന്ന് നിൽക്കുകയാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ എക്സാം നമുക്കൊന്ന് ചോദിച്ചറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ എക്സാം? കഴിഞ്ഞ വട്ടത്തെക്കാളും ഒത്തിരി എളുപ്പമായിട്ടാണ് തോന്നിയത്. ഇപ്രാവശ്യം മാത്സ് രാവിലത്തെ ഷിഫ്റ്റ് പോലെ തന്നെ ഭയങ്കര സിമ്പിളായിരുന്നു. പിന്നെ ഫിസിക്സിൽ എനിക്ക് വലിയ ഡിഫറൻസ് തോന്നിയില്ല. രണ്ടും സെയിം ആയിരുന്നു, സെഷൻ 1 സെഷൻ 2 സെയിം. കെമിസ്ട്രി ഇച്ചിരി ടഫ് ആക്കിയെന്ന് തോന്നി. ഓക്കെ, പിന്നെ ഏത് പോർഷനിൽ നിന്നാണ് കൂടുതൽ ചോദ്യം വന്നതെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇല്ല, അങ്ങനെയില്ല, എല്ലാം ഒരുപോലെ തന്നെ. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? എക്സാം നോർമലി നോക്കുമ്പോൾ അത്യാവശ്യം ഈസി ടു മോഡറേറ്റ് ലെവൽ തന്നെയായിരുന്നു. മാത്സ് കുറച്ചുകൂടി ഡൂവബിൾ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് തോന്നി കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും. ഫിസിക്സ് എങ്ങനെയുണ്ടായിരുന്നു? കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു എന്നാ പറഞ്ഞിരുന്നത്, നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഫിസിക്സ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. എല്ലായിടത്തുനിന്നും വെയിറ്റേജ് അങ്ങനെ ഒരു ചാപ്റ്ററിന് തന്നെയായിട്ട് അങ്ങനെ ഒന്നുമില്ല, എല്ലായിടത്തുനിന്നും അങ്ങനെ മിക്സ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. കെമിസ്ട്രിയിൽ കൂടുതൽ ഫോക്കസ് ഏരിയ ഏതായിരുന്നു തോന്നി? ഓർഗാനിക്കോ ഇനോർഗാനിക്കോ അങ്ങനെ എന്തെങ്കിലും? കെമിസ്ട്രിയിൽ എല്ലാത്തിനും തന്നെ ഉണ്ട്. കുറച്ച് ലെവൽ കൂട്ടിയ പോലെ ഉണ്ട്. കെമിസ്ട്രി കുറച്ച് ലെവൽ കൂടിയായിരുന്നു. ലെങ്തി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കേണ്ടത് അങ്ങനെ ഉണ്ടായിരുന്നു? അല്ല,
ഫിസിക്സും കെമിസ്ട്രിയിലെ ഒത്തിരി ലെങ്തി ഒന്നുമില്ല. മാത്സിനെ കുറച്ച് ലെങ്തി Lengthy ആയിട്ടുണ്ടായിരുന്നു. ഉണ്ട്. Okay. മാത്സിൽ ചിലതുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മാത്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സെഷൻ 1 24 സെക്കൻഡ് ഷിഫ്റ്റ് എഴുതിയത്. അതില് ഇള്ളയിൽ വെച്ചിട്ട് അതിലായിരുന്നു ഏറ്റവും ഈസി ക്വസ്റ്റ്യൻ. സെഷൻ 1. ഓക്കെ, അതിന്റെ ആ ഒരു ലെവൽ തന്നെ ഇപ്രാവശ്യം എനിക്ക് തോന്നിയത്. മാത്സ് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം സിമ്പിൾ ആയിരുന്നു. ഏറ്റവും സിമ്പിൾ ആയിട്ട് തോന്നി. ഫിസിക്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും സിമ്പിൾ ആയിട്ടാണ് തോന്നിയത്. അല്ല, ഫിസിക്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെങ്തി ആയിരുന്നു, എന്നാലും ഡൂവബിൾ ക്വസ്റ്റ്യൻസ്. ഓക്കെ, കെമിസ്ട്രി ആണ് കൊന്നാലും ലെവൽ കൂടുതൽ. ലെവൽ കൂടിയത് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം കഴിഞ്ഞ വട്ടം ഞാൻ 28 ഫസ്റ്റ് ഷിഫ്റ്റ് ആയിരുന്നു എഴുതിയത്. നേരം അത്യാവശ്യം നല്ല പാടായിരുന്നു. ഈ വട്ടം അങ്ങനല്ല, എല്ലാം നല്ല എളുപ്പമായിരുന്നു. ആയിട്ട് തോന്നി. മാത്സ് ആയാലും നല്ലോണം ചെയ്യാനൊക്കെ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും അത്യാവശ്യം എളുപ്പമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്? പ്ലസ് 1 ടോപ്പിക്സ് ആണോ പ്ലസ് 2 ടോപ്പിക്സ് ആണോ കൂടുതൽ ചോദിച്ചത്? അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയില്ല, എല്ലാം ഒരു ഇതിലായിരുന്നു. ഓക്കെ, അതേപോലെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നോ നേരത്തെ അപേക്ഷിച്ച്? ഇല്ല, അങ്ങനെ തോന്നിയില്ല, എല്ലാം ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. പിന്നെ കെമിസ്ട്രി മാത്രം ഒരു ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? എക്സാം കുഴപ്പമില്ല, ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. സാധാരണ എക്സാം കെമിസ്ട്രി കുറച്ച് നല്ല ഡിഫിക്കൽട്ടാക്കി, മാത്സ് കുറച്ച് സിമ്പിൾ ആയിരുന്നു. ഫിസിക്സ് നല്ല കുഴപ്പമില്ല. സെക്ഷൻ 1 അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കമ്പാരിറ്റീവ്ലി ഏതാണ് ഈസി ആയിട്ട് തോന്നിയത്? ഈസി ആയിട്ട് തോന്നിയത് മാത്സ് ആണ്. മാത്സ് കുറച്ച് എളുപ്പമാക്കി. പിന്നെ ഫിസിക്സ് എളുപ്പമാണ്, പക്ഷെ കെമിസ്ട്രി പക്ഷേ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. ബാക്കി ഇപ്പൊ കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നോ? കെമിസ്ട്രി നല്ല ന്യൂമറിക്കൽ കാൽക്കുലേഷൻ ഉള്ള കുറെ ക്വസ്റ്റ്യൻ ഉണ്ടായി. പോയിന്റിൽ വരുന്ന ന്യൂമറിക്കൽ ഡെസിമൽ പോയിന്റ് വരുന്നത് അത് ഭയങ്കര ഡിഫിക്കൽട്ടായി. പിന്നെ മാത്സിലുണ്ട്, മാത്സ് പക്ഷേ ഓൾറെഡി ഡിഫിക്കൽട്ടാണ്. അതിൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു മാത്സ്. പിന്നെ പ്ലസ് 1 ടോപ്പിക്സ് ആണോ അതോ പ്ലസ് 2 ടോപ്പിക്സ് ആണോ കൂടുതലായിട്ട് ചോദിച്ചത്? എന്താ തോന്നിയത്? മോൻ എന്താ തോന്നിയിട്ടുണ്ടായിരുന്നേ? എനിക്ക് രണ്ട് ഈക്വൽ ആയിട്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും തോന്നിയില്ല. അപ്പൊ നമ്മുടെ ബ്രില്യന്റിലെ ഒത്തിരി മോഡൽ എക്സാമുകളൊക്കെ നടന്നു അല്ലെ? അപ്പൊ ആ എക്സാമുകളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു? അതൊക്കെ ഹെൽപ്ഫുൾ ആയിരുന്നു? ഹെൽപ്ഫുൾ ആയിരുന്നു. മാത്സിന് എനിക്ക് നല്ലോണം ഹെൽപ്ഫുൾ ആയി തോന്നി. മാത്സ് ഞാൻ ഒരു കുറച്ച് ചെയ്തു, മുന്നതായിട്ടും സെക്ഷൻ 1 കുറച്ചുകൂടി ചെയ്തു. അപ്പോൾ കെമിസ്ട്രിയാണ് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയത്. മോഡൽ എക്സാമിനായിട്ടും ഡിഫിക്കൽട്ടായിട്ട് തോന്നി ചെറുതായിട്ട്. അപ്പൊ ടൈം ഒക്കെ മാനേജ് ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നോ? ടൈം കുഴപ്പമുണ്ടായില്ല. കെമിസ്ട്രി കുറച്ച് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് അതിന്റെ ചെറിയൊരു പ്രശ്നം വന്നു, പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തു. അപ്പം എക്സാമിനോട്ട് പോകുമ്പോൾ അതിൻ്റെതായ ടെൻഷനൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇന്നിപ്പോ ആദ്യത്തെ ഡേ ആണ് സെക്കൻഡ് സെക്ഷൻ, അപ്പൊ അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ സെക്ഷൻ എനിക്ക് 3ാമത്തെ ദിവസം കിട്ടിയത്. അപ്പൊ അതിന്റെ ഒരു എങ്ങനെ പരീക്ഷ എന്നൊക്കെ അറിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഇന്ന് പിന്നെ ഒന്നും അറിയണ്ടായില്ല, അപ്പൊ അതിന് ടെൻഷൻ ഇല്ലാന്ന് പറയുള്ളൂ. പിന്നെ അവിടെ കയറിയതിനു ശേഷം എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തോ? എല്ലാം സ്മൂത്ത് ആയിട്ട് നടന്നോ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ? എക്സാം ഹാളിൽ കയറിയിട്ട് എക്സാം ഹാളിലായിട്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല, സ്മൂത്ത് ആയിട്ട് അവര് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, കുഴപ്പമില്ല. പറഞ്ഞോളൂ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എക്സാം ഒരു ആവറേജ് ആയിരുന്നു, ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷെ ഈസിയും ആയിരുന്നു അത്യാവശ്യം ക്വസ്റ്റ്യൻസ്. അല്ല, നീറ്റിന്റെ ഒരു ലെവലിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പോർഷൻ ഒക്കെ തന്നെയാണോ വന്നത് എക്സെപ്റ്റ് മാത്സ്? നീറ്റിന്റെ ലെവലിൽ നിന്ന് നോക്കുമ്പോൾ അത്രയും അഡ്വാൻസ്ഡ് ആണ്, പക്ഷെ ന്യൂമറിക്കൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ നീറ്റിൽ ഓപ്ഷൻസ് നോക്കിയിട്ടാണ് കുത്തുക. അപ്പൊ ഇത്തിരി അൺസർട്ടനിറ്റി ആയിരുന്നു, കാരണം ന്യൂമറിക്കൽസ് ആയിരുന്നു. ഏത് പോർഷനിൽ നിന്നായിരുന്നു കൂടുതലായിട്ടും ചോദ്യങ്ങൾ വന്നതായിട്ട് തോന്നിയത്? പ്ലസ് 1 പ്ലസ് 2 ഒന്നും ഏകദേശം ഈക്വൽ ആയിട്ട് തന്നെ വന്നിരുന്നത്. ഇപ്പൊ കെമിസ്ട്രിയിലാണെങ്കിൽ ഓർഗാനിക് ആയിരുന്നോ ഇൻഓർഗാനിക് ആയിരുന്നോ കൂടുതൽ? ഈക്വൽ വെച്ച് തന്നെ വന്ന ഓർഗാനിക് കുറച്ചും കൂടിയും കുറച്ച് ഹയർ ലെവൽ എന്നുവെച്ചാൽ നീറ്റിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ കൂടുതൽ ഇതായിരുന്നു. അതുപോലെ തന്നെ മാത്സ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പിയർ ചെയ്ത് നോക്കിയോ? മാത്സ് വെക്ടേഴ്സിന്റെ 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ ഫിസിക്സിൽ ചെയ്യണ ചെറിയ ഇത് വെച്ചിട്ട് ചെയ്തു നോക്കി. ബാക്കിയൊന്നും അധികം അങ്ങനെ അറിയില്ലായിരുന്നു. ടൈം മാനേജ് ചെയ്യാൻ പറ്റിയോ നിങ്ങളെ കൊണ്ട്? ടൈം ഉണ്ടായിരുന്നു. മാത്സിന്റെ സമയം ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിക്ക് എടുത്ത് ചെയ്ത് അങ്ങനെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഫിസിക്സ് സിമ്പിൾ ആയിട്ടാ തോന്നിയത്. കെമിസ്ട്രി പിന്നെ ടഫ് ആയിരുന്നു, പ്രത്യേകിച്ച് ഫിസിക്കൽ കെമിസ്ട്രി കുറച്ചും കൂടി ടഫായി തോന്നിയ. പിന്നെ നീറ്റായിരുന്നു, മാത്സിന് അറ്റൻഡ് ചെയ്ത് നോക്കിയില്ല. ഓക്കെ, അപ്പൊ ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എങ്ങനെ പറയാം, ഈസി ആണോ മോഡറേറ്റ് ആണോ അതോ ടഫ് ആയിട്ടാണോ പറയാം? ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാ തോന്നിയത്. സെക്ഷൻ 1 അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? അതെ. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കെമിസ്ട്രി കുറച്ചും കൂടി ടഫായിട്ട് തോന്നിയായിരുന്നു ഫസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യാൻ. അപ്പൊ പറഞ്ഞോ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഫിസിക്സ് കുഴപ്പമില്ലായിരുന്നു, പിന്നെ കെമിസ്ട്രി കുറച്ച് ടഫായിരുന്നു. ഫിസിക്സ് കുഴപ്പമില്ല, കെമിസ്ട്രി ഇച്ചിരി പാടായിരുന്നു. സെഷൻ 1 അപ്പിയർ ചെയ്തായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ 1 ആൻഡ് സെഷൻ 2 ഒരു കമ്പാരിസൺ നടത്തുവാണെങ്കിൽ? കെമിസ്ട്രി ഇച്ചിരി പണിയായിരുന്നു എനിക്ക് തോന്നിയത്. ബാക്കി മാത്സ് അറിയില്ല. ഫിസിക്സ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫിസിക്സ് കുഴപ്പമില്ല, സെഷൻ 1 ഈസി ആയിരുന്നു. ഈസി ആയിരുന്നു, അത് തന്നെ എല്ലാവരും പറയുന്നത്. ഫിസിക്സ് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ടൈം മാനേജ് ചെയ്യാൻ പറ്റിയോ പ്രോപ്പർ ആയിട്ട്? കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു ഫെസിലിറ്റീസ് ഒക്കെ? എക്സാമിന് മുന്നേ കയറുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ സ്മൂത്ത് ആയിട്ട് പോയോ? കുഴപ്പമില്ല. കെമിസ്ട്രിയിലോ അല്ലെങ്കിൽ ഫിസിക്സിലോ അല്ലെങ്കിൽ മാത്സിലോ ഏതെങ്കിലും ഒരു ഫോക്കസ് പോയിന്റ് ഉള്ളതായിട്ട് തോന്നി? മാത്സ് അറിയില്ല, ഫിസിക്സ് അങ്ങനെ ഒന്നുമില്ല, എല്ലാത്തിന്റെ അകത്തൊന്നും
ഡിസ്ട്രിബ്യൂഷൻ അത്യാവശ്യം ഉണ്ടായിരുന്നു എല്ലാ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ അങ്ങനൊന്നുമില്ല. അങ്ങനെ എനിക്ക് തോന്നിയില്ല, അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് ടഫ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ കുറച്ച്. കെമിസ്ട്രി ടഫ് ആയിരുന്നതിൽ ഏത് പോർഷൻ ആയിരുന്നു നിങ്ങൾക്ക് കൂടുതലും ഫോക്കസ് ചെയ്ത് അവർ ചോദിച്ചതായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ചോദിച്ചത്? അങ്ങനെ വെച്ചാൽ ഫോക്കസ് ചെയ്ത് ചോദിച്ചാൽ അത്യാവശ്യം കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റാത്ത എന്നാലും കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, ഓവറോൾ ഹാപ്പി, സാറ്റിസ്ഫൈഡ്? ഓ, കുഴപ്പമില്ല. പറഞ്ഞോളൂ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഇവിടെയോ? കുഴപ്പമില്ല. സെഷൻ 1 അപ്പിയർ ചെയ്തതാണോ? സെഷൻ 1 അപ്പിയർ ചെയ്തതായിരുന്നു. കമ്പയർ ടു സെഷൻ 1, സെഷൻ 2 എങ്ങനെ ഉണ്ടായിരുന്നു? സെഷൻ 2 ആയിരുന്നു കുറച്ചുകൂടെ ഈസി ആയിരുന്നു. ഏത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് മൂന്നിൽ ഏതായിരുന്നു കൂടുതൽ? ഫിസിക്സ് ആയിരുന്നു. ഫിസിക്സ് ആയിരുന്നു കുറച്ചും കൂടി ഈസി. കെമിസ്ട്രി ഇച്ചിരി പാടായിരുന്നു. ഇച്ചിരി tough സെഷൻ 1 ആയിരുന്നു നല്ലത്. മാത്സ് എഴുതിയില്ല. ഓക്കെ. എങ്ങനെയാണ് ബ്രില്യന്റിന്റെ എക്സാംസ് നിങ്ങളെ ഈ ഒരു എക്സാമിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ ഈ എക്സാം അറ്റൻഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്തത്? ബ്രില്യന്റിന്റെ എക്സാം എപ്പോഴും എഴുതുന്നത് കൊണ്ട് വലിയ ടെൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അപ്പിയർ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? ഫിസിക്സ് ഒക്കെ അങ്ങനെയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ലെങ്തി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? അതെ, കെമിസ്ട്രി ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ മാനേജ് ചെയ്യാൻ പറ്റുമോ? ടൈമൊക്കെ മാനേജ് ചെയ്യാൻ പറ്റി? അവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇതിനു മുന്നേ ഉള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്മൂത്ത് ആയിട്ട് പോയി. ഓർഗാനിക് ആയിട്ടുള്ളതാണോ അതോ ഇൻഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണോ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്? ഏകദേശം എല്ലാത്തിനും ഈക്വൽ ആകുന്നത് പോലെ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.